കഴിഞ്ഞ വെള്ളിയാഴ്ച ആമേൻ നമ്മളൊന്ന് ചിന്തിക്കുവാനിടയായി ചേർന്നു. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മഹാസ്നേഹം കൊണ്ട് രക്ഷപ്പെട്ടവരാണ്. സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ജീവിച്ചിരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം കർത്താവിൻ്റെ മഹാസ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഞാൻ ദൈവത്തെ കാണാതെ ഇരുന്നപ്പോഴും, ഞാൻ ദൈവത്തെ അറിയാതെ ഇരുന്നപ്പോഴും, ഞാൻ ദൈവത്തെ മനസ്സിലാക്കാതെ ഇരുന്നപ്പോഴും അവൻ്റെ അദർശകരം എന്നെ തേടി വന്ന് എന്നെ പിടിച്ച് അവൻ്റെ മഹത്വത്തിന് വേണ്ടി എന്നെ വേർതിരിക്കാനിടയായി ചേർന്നു. അതുകൊണ്ട് ഇന്നും അവനെ ഞാൻ കാണാതിരിക്കുമ്പോഴും അവന്റെ കൃപയ്ക്കകത്ത് ഞാൻ അനുഭവിക്കുന്ന എല്ലാ സമാധാനവും സന്തോഷവും പ്രത്യാശയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അറിയാതെ ഇരിക്കുമ്പോഴും നമ്മളെ അറിയുന്ന ഒരു കർത്താവ്, നമ്മൾ മനസ്സിലാകാതെ ഇരിക്കുമ്പോഴും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവ്, അവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ അകത്തുണ്ട്. നമ്മളെ അവൻ മുറ്റും നടത്തുന്നത് കൊണ്ട് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. ദൈവത്തിന് ഏത് ആത്മാവ് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നേ? ആമേൻ. അപ്പൊ മക്കളെല്ലാവരും ഒന്ന് പറഞ്ഞേ, അനുസരണക്കേട് അവൻ ഉള്ളവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാ? വായൊന്നും തുറന്നു വരുന്നില്ലല്ലോടി. സ്തോത്രം. അനുസരണക്കേട് ഉള്ളവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാ? പറഞ്ഞോടാ, നീ പറഞ്ഞോടാ, അമ്മാബിയും പറഞ്ഞോടാ. ഏത് ആത്മാവ് അനുസരണക്കേടിൽ വ്യാപരിക്കുന്നേ? ഏതാത്മാവ് മോനെ? അവന് നല്ല സ്ഫുടമായിട്ട് നമുക്ക് പറയാം. ദുരാത്മാവ്. ഏതാത്മാവ്? ഏതാത്മാവ്? മനസ്സിലായല്ലോ പിള്ളേർ? ഒന്നിച്ച് പറഞ്ഞ അനുസരണക്കേടിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാ? ആമേൻ. മനസ്സിലായല്ലോ? സ്തോത്രം. ഇനി അനുസരണക്കേട് കാണിക്കുമ്പോൾ മനസ്സിലാക്കിക്കണം, എന്നെ ഏത് ആത്മാവാ നടത്തുന്നത്? ആമേൻ, സ്തോത്രം. അപ്പൊ എന്ത് ചെയ്യണം? അനുസരണക്കേട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആത്മാവിനെ സ്വയം ശാസിക്കണം. സ്വയം ശാസിക്കണം. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടാത്മാവെ എന്നെ പോ, ഞാൻ അനുസരിക്കും എന്ന് പറയണം. അനുസരണക്കേട് വരുമ്പോ പറയണം, ദുരാത്മാവ് എന്നെ വിട്ടു പോ, ഞാൻ അപ്പനും അമ്മയും പറഞ്ഞ അനുസരിക്കും. യേശു പറഞ്ഞ് ഞാൻ അനുസരിക്കും. ദുരാത്മാവ് എന്നെ വിട്ടുപോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നേക്കാൾ ഫലമായിരിക്കും നിങ്ങൾ പ്രാർത്ഥിച്ച. സഹോദരം, ഹല്ലേലൂയ. 100 പ്രാവശ്യം പറഞ്ഞ് ശാസിക്കണ്ട. നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, ദുരാത്മാവ് എന്നെ വിട്ടു പോകുന്ന ഐശ്വര്യെ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പം തന്നെ അമ്മ എന്താ പറഞ്ഞു, ഞാൻ ചെയ്തു തരാന്ന് പറയും. സഹോദരം, ആമേൻ. അമ്മയെ ശാസിപ്പിക്കരുത്, നീ തന്നെ ശാസിക്കണം. മനസ്സിലായോ? അമ്മേ, നീ അനിയനെ ശാസിക്കണ്ട. അനിയ അവിടെ നോക്കണ. സ്വത്രം, നീ ശാസിക്കണം. ആരെ? നിന്നിലുള്ള അപ്പം പറയുമ്പോ, അമ്മ പറയുമ്പോ, ചേട്ടൻ പറയുമ്പോ, പാസ് പറയുമ്പോ അതിനെ ഉൾക്കൊള്ളണം. ആര് ശാസിക്കണം? സ്വയം ശാസിക്കണം. സ്വത്രം. ഹല്ലേലൂയ, സ്വത്രം. ഇനി ഹല്ലേലൂയ പറയുന്നില്ലെങ്കിൽ ഞാൻ ശാസിക്കാം. ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ ശാസിച്ചു. അടുത്ത സ്തോത്രം. ഹല്ലേലൂയ. നീ വന്ന് പറഞ്ഞേക്കണം. ചേട്ടൻ അനുസരിക്കാതെ ഇരിക്കുവാണെങ്കിൽ വന്ന് പറഞ്ഞേക്കണം, ഞാൻ ശാസിക്കാം. അനിയൻ അനുസരിക്കുന്നില്ല, കാരണം അവരെ പാരൻസ് ഇല്ല. ഐശ്വര്യയുടെ കാര്യം പറഞ്ഞാൽ മതി, ഞാൻ ശാസിച്ചോളാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ സഭയായി ശാസിക്കും മക്കളെ. ഹല്ലേലൂയ. അപ്പം അനുസരണക്ക് ഉള്ളവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ദുരാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ദുരാത്മാവ് എങ്ങനെയാണ് ഒരുവനിൽ കയറുന്നത്? ദുരാത്മാവ് എങ്ങനെ ഒരുവനിൽ കയറും? ദുരാത്മാവിന് എല്ലാവരിലും കയറാൻ പറ്റുവരണേ? ദുരാത്മാവിന് എല്ലാവരിലും കയറാൻ പറ്റുകയില്ല. ദുരാത്മാവിന് എല്ലാവരുടെയും വീട്ടിൽ കയറി അത് സ്വത്രം നൃത്തം ചെയ്യാനും താണ്ഡവാടാനും പറ്റുകയില്ല. ദുരാത്മാവ് കയറണമെങ്കിൽ അവനിൽ ദൈവപ്രവർത്തിക്ക് വിരോധമായ പ്രവൃത്തി ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനത്തിനകത്തേക്ക് വരുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുക, പിശാച് വന്നിട്ട് പറയാ, നിന്റെ ദാസനായിരിക്കുന്ന ഇയ്യോബ് ഉണ്ടല്ലോ, അവൻ ഇങ്ങനെ സ്വസ്ഥമായി സമാധാനമായി ഇരിക്കുന്നതിന്റെ കാരണം എന്താ?
അത് ഇരിക്കുന്നതിന്റെ കാരണം നീ അവന് ചുറ്റും എന്ത് ചെയ്തിരിക്കുക? വേലി കെട്ടി വെച്ചിരിക്കുക. അതുകൊണ്ട് ആമേ സ്വത്ര അവനെങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുക. ഞാനിവിടെ നമ്മുടെ വിഷയത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് ഒരു ദൈവവൈദ്യ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവന് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ച് തന്റെ ആത്മാവെ നമുക്ക് വേണ്ടി അവൻ വേലി കെട്ടി സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അവൻ വേലി കെട്ടി സൂക്ഷിക്കുമ്പോ ഒരു പിശാചിനും നിന്റെ വീട്ടിൽ കയറാൻ പറ്റുകയില്ല, ഒരു പിശാചിനും നിന്റെ ജീവിതത്തിൽ കയറാൻ പറ്റുകയില്ല, ഒരു ദുഷ്ടനും നിന്റെ സമാധാനത്തെ അവൻ ഇല്ലാതാക്കാൻ പറ്റുന്നില്ല. അവൻ അപ്പുറത്ത് കിടന്ന് അലറ, അവൻ ഇപ്പുറത്ത് കിടന്ന് അലറ, അവൻ ഒച്ചയുണ്ടാക്കാം, പക്ഷെ നിന്നെ തൊടാൻ പറ്റാത്തില്ല. കാരണം നിനക്ക് വേണ്ടി ദൈവം ഹല്ലേലൂയ വേലി കെട്ടി വെച്ചിരിക്കുക. നീ ഭദ്രമായിരിക്കുക, നിന്റെ ജീവിതം ഭദ്രമാകാം. ദൈവം വേലി കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാ ദുഷ്ടം കൊണ്ടുവരുന്ന ഹല്ലേലൂയ പ്രതിസന്ധികളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യുക. ഹല്ലേലൂയ ദൈവത്തിന്റെ ഭദ്രത അടിയനിൽ, ഭവനത്തിൽ, സഭയിൽ, ഓരോ വ്യക്തികളും യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടണേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശദ്രം സെക്കരിയാവ് 2-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയാ, ഞാൻ നിനക്ക് തീമതിലായിരിക്കും. ഓ, വെറും മതിലല്ല. ദുരാത്മാവിന് പിന്നെ കയറാൻ പറ്റുമോ? സ്തോത്രം. ദുരാത്മാവ് ഏറ്റവും പേടിക്കുന്നത് ദൈവത്തിന്റെ തീയ. അതുകൊണ്ട് പൂത അലറി ഓടുമ്പോ ശക്തമായി പ്രാർത്ഥന, അയ്യോ തീയാണെ ഇവിടെ ഇരിക്കാൻ വയ്യേ, അയ്യോ തീ പൊള്ളുന്നതെന്ന് പറയുന്നതിന്റെ കാരണം എന്നാ? ദൈവീയ തീ ഇറങ്ങുന്നത് കൊണ്ടാ. പറ്റാതെ കൊണ്ട് ഞാൻ നിനക്ക് എന്താണ്? തീമതിലായിരിക്കും. അപ്പൊ ദുരാത്മാവിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുകയില്ല. ദൈവം തീമതിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്തേക്ക് കയറാൻ പറ്റുകയില്ല. പിന്നെ പിശാചിന് എങ്ങനെ ദുരാത്മാവിന് എങ്ങനെ കയറാമെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 7-ാമത്തെ വാക്യത്തിനകത്തേക്ക് എന്ത് ചെയ്യുകയാണ്? സ്വത്രം പാപം നിന്റെ വാതിക്ക കിടക്കുന്നു, അതിന്റെ ആഗ്രഹം എന്താണ്? പാപം നിന്റെ എവിടെ കിടക്കുന്നു? ആമേൻ. സ്വത്രം. പിശാചിനെ ഇഷ്ടപ്പെട്ടില്ല. സ്വത്രം. ഹല്ലേലൂയ. പാപം നിന്റെ വാതിക്ക കിടക്കുക, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക. സ്വത്രം. എടാ ഒന്ന് തുറക്കടാ, ഞാനൊന്ന് അകത്ത് കയറട്ടടാ, ഞാൻ നിന്നെ എല്ലാം സഹായിക്കാടാ എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് ഇങ്ങനെ വാദിക്ക കിടക്കുക. സ്വത്രം. ഹല്ലേലൂയ. പിശാച് വന്നിട്ട് പറയും, എടാ ഞാൻ നിന്നെ സഹായിക്കാടാ, ദൈവം നീ വാതിലൊന്ന് തുറക്കടാ, നീ ഒന്ന് തുറന്നാടാ, ഞാൻ അകത്ത് ഒന്ന് കയറട്ടടാ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിന്നെ സഹായിക്കാടാ, നിനക്ക് വേണ്ടത് എന്താടാ നീ പറഞ്ഞാ മതി, ഇപ്പൊ ഞാൻ എന്ത് ചെയ്താ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വാതിക്കൽ ആരുണ്ട്? പിശാചുണ്ട്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെ നശിപ്പിക്കാൻ റെഡിയായിട്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഭയങ്കര പ്രലോഭനവുമായി, ഭയങ്കര വാഗ്ദാനവുമായി സ്വത്രം ഹല്ലേലൂയ നമ്മുടെ വാതിക്ക കിടക്കുക. അവൻ്റെ ഒറ്റ ലക്ഷ്യം എന്താണെന്നറിയാവോ? നമ്മളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെ നന്നാക്കുകയല്ല, നമ്മളെ നശിപ്പിക്കുക. നിന്റെ ഭാവി ഒരു തരത്തിലും രക്ഷപ്പെടരുത്, ഗുണപ്പെടരുത്, നീ കുടുംബം നന്നാവരുത്, ഈ തലമുറ നന്നാവരുത്, ഇവൻ്റെ ജീവിതത്തിനകത്ത് സന്തോഷം ഉണ്ടാകരുത്, സമാധാനം ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് അവൻ്റെ ആഗ്രഹം. പക്ഷെ അവൻ പറയുന്നതെല്ലാം വേറെ ആയിരിക്കും.